ഹലോ ഗേസ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു അടിപൊളി പനീർ ചില്ലി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത പനീർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പാകത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതെല്ലാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെള്ളമൊക്കെ മതിയായിരിക്കും. എന്നിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യുക. പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ പനീർ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഇങ്ങനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഈവനിങ് 4 മണിയൊക്കെ ആകുമ്പോൾ സ്നാക്കിന് പകരമൊക്കെ ആയിട്ട് കഴിക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ പനീർ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ചില്ലി പനീർ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഞാനിതിൻ്റെ ഫാനായി. അപ്പോൾ അതാ നമ്മുടെ പനീറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാൻ എടുത്തതിൽ എണ്ണ കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തിടുക. പിന്നെ ഒരു 2 ഡ്രൈ ചില്ലി, പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഒരൊറ്റ പച്ചമുളക് എടുത്തിട്ടുള്ള അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. ഇഷ്ടമുള്ളവർക്ക് 2ഓ 3ഓ ഒക്കെ ചേർക്കാം. അതിനുശേഷം ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻ ആൻഡ് ക്യാപ്സിക്കം ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് സോസുകളാണ് ചേർക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസ് ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചില്ലി സോസ് ചേർക്കാതിരുന്നത്. പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്, കാരണം സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി ഒരു സ്ലറി ഉണ്ടാക്കുക. എന്നിട്ട് ആ പനീർ മിക്സിലേക്ക് ഒഴിക്കുക. അപ്പം നല്ല കുറുകി വരും. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഡ്രൈ പനീർ ചില്ലിയാണ് ഞാൻ പ്രിഫർ ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ. ഇത് വെറുതെ തിന്നാനും വേണമെങ്കിൽ നല്ലതാണ്. പിന്നെ ചപ്പാത്തിയുടെ ഒപ്പം, പൊറോട്ടയുടെ ഒപ്പം, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.